സങ്കീർത്തനം 21:4. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. ബൈബിളിൽ നിരവധി പ്രാർത്ഥനകൾ കാണാം. ചെറുതും വലുതുമായ ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും നീതിമാനായിരുന്നു ദൈവേഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു എന്നും ദൈവവചനത്തിൽ കാണുന്നു. ശലോമോൻ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി എന്നും ആകയാൽ ചോദിക്കാത്ത നന്മകൾ കൂടെ അവിടുന്ന് നൽകിയെന്നും കാണാം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അതിനായി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഫലവത്തും കൂടുതൽ അനുഗ്രഹത്തിന് കാരണമാകുന്നതുമാണെന്ന് ഇതിൽ വ്യക്തമാണ്. എന്നാൽ കഠിന രോഗമോ മരണഭയമോ നേരിടുമ്പോൾ ഒരു വ്യക്തി സ്വാഭാവികമായും ജീവന് വേണ്ടി പ്രാർത്ഥിക്കും. അത് തെറ്റല്ല. ദൈവത്തിന് ഈ ആയുസ്സിൽ പദ്ധതി ശേഷിക്കുന്നെങ്കിൽ ഉറപ്പായും അവിടുന്ന് വിടുവിക്കും. ഇത് ഒരു രാജാവിൻ്റെ പ്രാർത്ഥന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കുകയും രക്ഷയിൽ ഉല്ലസിക്കുകയും ചെയ്യുന്ന ഒരു രാജാവ്. അങ്ങനെയുള്ള രാജാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നൽകിക്കൊടുക്കുന്നു. പ്രാർത്ഥന നിഷേധിക്കുന്നതുമില്ല. അങ്ങനെ നിഷേധിക്കാത്ത ഒരു പ്രാർത്ഥനയാണ് അവൻ ദൈവത്തോട് ജീവനെ ചോദിച്ചു എന്നത്. ദൈവത്തിന് അത് പ്രസാദമായതിനാൽ അവൻ ചോദിച്ചതിനേക്കാൾ അധികം എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ കൊടുത്തു. ബൈബിളിൽ ആയുസ്സിനായി പ്രാർത്ഥിച്ച രാജാക്കന്മാരെ പരിശോധിച്ചാൽ അതിൽ ഹിസ്കിയാവിൻ്റെ പേരാകും ഉറപ്പായി കാണാൻ കഴിയുക. അദ്ദേഹം മരിക്കുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ കേട്ടപ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം 15 വർഷം ആയുസ് ദീർഘിപ്പിച്ചു. നമ്മുടെ ആയുസ് ദൈവകരങ്ങളിലാണ്. ഈ വാക്യം ഏറ്റവും ചേരുന്നത് യേശുക്രിസ്തുവിനാണ്. എന്നേക്കുമുള്ള ദീർഘായുസ് പ്രാപിച്ച രാജാവ് യേശുവാണ്. എന്നാൽ നാം എല്ലാവരും ക്രിസ്തുവിനോടൊത്ത് രാജാക്കന്മാരായി വാഴുമെന്ന വാഗ്ദത്തം നോക്കിയാൽ ഈ പ്രാർത്ഥന നമ്മുടേതു കൂടെയാണ്. യേശുക്രിസ്തുവിലാണ് നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്കുൾപ്പെടെ ഉത്തരം ഉള്ളത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.